ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പെക്ട്രോസ്കോപ്പിയിലെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലെ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രീ ഡിസോസിയേഷനാണ്. അപ്പോൾ എന്താണ് പ്രീ ഡിസോസിയേഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്രോസ് ഓവർ ഫ്രം സ്റ്റേബിൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് to an overlapping unstable excited state by a radiational transition is called pre-dissociation. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ പറയാം. ക്രോസ് ഓവർ ഫ്രം സ്റ്റേബിൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ആൻ ഓവർലാപ്പിംഗ് അൺസ്റ്റേബിൾ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ക്രോസ് ഓവർ ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്റ്റേബിൾ സ്റ്റേറ്റിലേക്കുള്ള ക്രോസ് ഓവർ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ക്രോസ് ഓവർ ഒരു തരത്തിലുള്ള റേഡിയേഷൻസും എമിറ്റ് ചെയ്യാത്ത ട്രാൻസിഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഡിസോസിയേഷൻ. മോളിക്യൂൾ അവസാനം എന്താവും? ഡിസോസിയേറ്റ് ആവും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ഒരു റെപ്രസെൻറ്റേഷനിലൂടെ നമുക്കിത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, അവിടെ ഒരു കർവ് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടൻഷ്യൽ എനർജി ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കർവാണ്. ഈ കർവ് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ലെവലിനെ കാണിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് ലെവലാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇതിന് തൊട്ടപ്പുറത്ത് ഞാൻ വേറൊരു കർവ് വരച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണിത്. ഈ കർവ് രൂപിക്കുന്നത് രണ്ടാമത്തെ ഇലക്ട്രോണിക് ലെവലിനെയാണ്. പിന്നെ മൂന്നാമത് നമ്മളൊരു ജസ്റ്റ് ഒരു വര ഇവിടുന്ന് ക്രോസ് ചെയ്തുകൊണ്ട്, അതായത് രണ്ടാമെന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റേറ്റിനെ ഒരു എന്താ പറയുക, ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വേറൊരു എനർജി സ്റ്റേറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ മൂന്നാമത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. നമുക്കറിയാം, ഒരു മോളിക്യൂള് ഇവിടെ ഈ എനർജി ലെവലിലെ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള വൈബ്രേഷണൽ എനർജി ലെവലിൽ നിന്ന് ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റിലെ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈബ്രേഷൻ ലെവലിലേക്ക് ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നതാണ് ഞാനിവിടെ ആരോ മാർക്കിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നോക്കുക, ഈ 4 എന്ന് പറഞ്ഞിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിൽ മൂന്നാമത്തെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റ് നമ്മുടെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പൊതുവേ ഇവിടെ ഡിസോസിയേഷൻ നടക്കുന്നത്, ഈ മോളിക്യൂൾ ഡിസോസിയേറ്റ് നടക്കുന്നത് വെച്ചാൽ ഈ നമ്മളെ ഒരു വര പോലെ വരച്ചിട്ടില്ലേ, ഈ പോർഷനിലാണ് നടക്കേണ്ടത് പ്രീ ഡിസോസിയേഷൻ, മോളിക്യൂൾ ഡിസോസിയേറ്റ് ആവേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഈ 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് സ്റ്റേബിൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ഈ 4 എന്ന് പറഞ്ഞിട്ടുള്ള വൈബ്രേഷൻ സ്റ്റേറ്റിൽ ഇലക്ട്രോൺ എത്തുമ്പോൾ വേറൊരു എക്സൈറ്റഡ് സ്റ്റേറ്റ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടേക്ക്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കും. ഒരു ട്രാൻസിഷൻ നടന്നിട്ട് ഡിസോസിയേഷൻ സംഭവിക്കും. അതായത് ഇതിന് രണ്ട് എനർജി സെയിം ആണ്. സോ യാതൊരു തരത്തിലുള്ള റേഡിയേഷൻസും എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കും. അതുവഴി ഡിസോസിയേഷൻ ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും ഡിസോസിയേഷൻ സംഭവിക്കേണ്ടത് ഈ വരെയുള്ള ഭാഗത്താണ്, പക്ഷെ അതിന് മുന്നേ ഡിസോസിയേഷൻ നടക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രീ ഡിസോസിയേഷൻ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക് ട്രാൻസിഷൻസിനെ കുറിച്ച് പഠിക്കണം. നമുക്കറിയാം, ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺ കാണപ്പെടുന്നത് എവിടെയാണ്? അതിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസിൽ. ഏതൊക്കെ തരത്തിലുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്? ബോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്, നോൺ ബോണ്ടിങ് ആയിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾ നോക്കാം. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് സിഗ്മ പൈ എന്നിവയാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ നമ്മുടെ വരച്ചിട്ടുണ്ട്, ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ സിഗ്മ വരച്ചിട്ടുണ്ട്, പൈ വരച്ചിട്ടുണ്ട്. ഇവയെല്ലാം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ്. പിന്നെ ഉള്ളത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് ബോണ്ടിങ്ങിൽ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്, ബോണ്ടിൽ പങ്കെടുക്കാത്ത മോളിക്കുലർ ഓർബിറ്റൽസ്. സോ ദേ ആർ നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പം ബോണ്ടിങ്ങിൽ സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്, എൻ ഉണ്ട്. ഇനി അടുത്ത ടൈപ്പാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർസിൽ സിഗ്മ സ്റ്റാർ ഉണ്ടാവും, പൈ സ്റ്റാർ ഉണ്ടാവും. സോ ഇതിൻ്റെ എനർജി ഏറ്റവും കുറവുള്ളത് പൈ സ്റ്റാറിനായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. പൈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്കുലർ ഓർബിറ്റൽസ് ഇവിടെ വരച്ചു. പിന്നെ മുകളിലുള്ളത് സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. അപ്പോൾ നമ്മൾ വരച്ചു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഏതൊക്കെയുണ്ട്? സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്. സിഗ്മയാണ് എനർജി കുറവ്, അതിൻ്റെ മുകളിൽ പൈ ആണ്.
അത് കഴിഞ്ഞിട്ട് നോൺ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. അത് കഴിഞ്ഞ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആയ പൈ സ്റ്റാറും സിഗ്മ സ്റ്റാറും ഉണ്ട്. അതിന് എനർജീനനുസരിച്ച് വരച്ചിട്ടുള്ളതാണിത് ഈ ഫിഗർ. ഈ ഫിഗറിൽ നോക്കാം, ഈ സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും താഴെയുള്ള ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ നിന്ന് സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസിലേക്ക് ട്രാൻസിഷൻ നടക്കും. അതുപോലെ തന്നെ നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഈ മോളിക്കുലർ ഓർബിറ്റലിൽ നിന്നും സിഗ്മ സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ നടക്കും. അതുപോലെ തന്നെ നോൺ ബോണ്ടിങ്ങിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ നടക്കും. പൈ ബോണ്ടിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ട്രാൻസിഷൻസ് ആണ് പൊതുവേ നമ്മുടെ ട്രാൻസിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, എൻ ടു സിഗ്മ സ്റ്റാർ ഉണ്ട്, പൈ ടു പൈ സ്റ്റാർ ഉണ്ട്, എൻ ടു പൈ സ്റ്റാർ ഉണ്ട്. ഇതിൽ ഏറ്റവും എനർജി കൂടുതലുള്ളത് നോക്കുക, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് ഏറ്റവും എനർജി കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ ടു സിഗ്മ സ്റ്റാർ, ഇവിടെ നോക്കുക, എൻ എന്ന് പറഞ്ഞാൽ നോൺ ബോണ്ടിങ്ങിൽ നിന്ന് സിഗ്മ സ്റ്റാറിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുന്നു. അതാണ് ഇതിനെക്കാട്ടും സിഗ്മ സ്റ്റാറിനെക്കാട്ടും കുറച്ച് കുറവാണ്. പിന്നെ നമ്മളുള്ള ട്രാൻസിഷൻ പഠിക്കുന്നത് വെച്ചാൽ പൈ ടു പൈ സ്റ്റാർ ആണ്. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഇതും എനർജി കുറവാണ്. ഇതായിരിക്കും ബിഗ്ഗർ. പിന്നെ ഇത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. പിന്നെ എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. നോൺ ബോണ്ടിങ്ങിൽ നിന്ന് പൈ സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എനർജി ഗ്യാപ്പിനനുസരിച്ച് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വി ക്യാൻ സീ ദാറ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ദ ഓർഡർ ഈസ് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ആണ് ബിഗ്ഗർ. അതിനുശേഷം എൻ ടു സിഗ്മ സ്റ്റാർ, അത് കഴിഞ്ഞിട്ട് പൈ ടു പൈ സ്റ്റാർ, അത് കഴിഞ്ഞിട്ട് എൻ ടു പൈ സ്റ്റാർ. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസിഷൻസ് നോക്കാം. സിഗ്മ സ്റ്റാർ. Since sigma bonds are very strong, this type of transition requires high energy. നമുക്കറിയാം സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള എനർജി ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഹയർ എനർജി ആയിട്ടുള്ള റേഡിയേഷൻ വേണം ഈ ട്രാൻസിഷൻ നടക്കാൻ വേണ്ടി. ഇറ്റ് റിക്വയർസ് ദ ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് നിയർ 150 നാനോമീറ്റർ. ബട്ട് ജനറലി ഇൻ UV visible spectroscopy, light with 200 nanometer is used. 200 to 800 nanometer use. This type of transition is less informative. എന്താ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് നല്ല എനർജി ആവശ്യമുള്ളൊരു ട്രാൻസിഷനാണ്. സോ അതിൻ്റെ എനർജി വരുന്ന പറയുന്നത് ഈ വേവ് ലെങ്ത് 150 നാനോമീറ്റർ വേവ് ലെങ്ത്തിലാണ് അത് ട്രാൻസിഷൻ നടക്കുക. 150 നാനോമീറ്റർ എന്ന് പറയുന്നത് ഈ വേവ് ലെങ്ത് കുറയുന്നത് എനർജി കൂടുകയായിരിക്കും. വേവ് ലെങ്ത് കുറയുമ്പോൾ ആ ഭാഗത്ത് എനർജി കൂടുക ചെയ്യാം. ഇവിടെ 150 നാനോമീറ്റർ നേരിട്ട് നിങ്ങൾ എനർജി കുറവാണെന്ന് വിചാരിക്കരുത്. ഇത് ഹയർ എനർജിയാണ്. ഈ വേവ് ലെങ്ത് കൂടുമ്പോഴാണ് എനർജി കുറയുന്നത്. അപ്പം 150 നാനോമീറ്ററിലാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത്. അത്രയും എനർജി നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സ്പെക്ട്രോമീറ്ററിന് അളക്കാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 200 നാനോമീറ്റർ 800 നാനോമീറ്റർ വരെയാണ്. ഈ 150 നാനോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഹയർ എനർജി റേഡിയേഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 150 നാനോമീറ്റർ ആണ്. 200-നും 800-നും ഇടയിലാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസിഷൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പഠിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ലെസ് ഇൻഫോർമേറ്റീവ് ആണ്. ഇനി അടുത്തതാണ് എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് ഇൻ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഹാവിങ് വൺ ഹെറ്ററോ ആറ്റം വിത്ത് എ ലോൺ പെയർ. അപ്പം ഈ ട്രാൻസിഷൻ അതായത് എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഹാവിങ് വൺ ഹെറ്ററോ ആറ്റം, ഒരു ഹെറ്ററോ ആറ്റം വിത്ത് ലോൺ പെയർ. ഈ OH, NH2 ഇങ്ങനത്തെ ഉള്ള NH2 ഗ്രൂപ്പൊക്കെ വരുമ്പോൾ എൻ ടു സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസിഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ എനർജി റേഞ്ചും 174 നാനോമീറ്റർ 174 200-ന് താഴെയാണ് ഇതിൻ്റെയും എന്താ പറയുക എനർജി ട്രാൻസിഷൻ. ഇതിന് ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 200-ന് താഴെയാണ്. സോ ഇതും നമുക്ക് ഒരു ഉപയോഗവുമില്ല. എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നമുക്കൊരു ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് 200-ന് താഴെയാണ്. സോ അതിനെക്കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എൻ ടു സിഗ്മ സ്റ്റാർ നമ്മൾ ഒഴിവാക്കുന്നു. ഇനി നമുക്ക് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുമോ നോക്കാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് ഇൻ അൺസാച്ചുറേറ്റഡ് മോളിക്യൂൾസ് ലൈക്ക് ആൽക്കീൻ, ആൽക്കൈൻസ് ആൻഡ് കാർബണൈൽ കോമ്പൗണ്ട്സ്. ഈ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളുകളിൽ വെച്ചാണ്. ലൈക്ക് ആൽക്കീൻ ഉണ്ടാവും, ആൽക്കൈൻ ഉണ്ടാവും, കാർബണൈൽ കോമ്പൗണ്ട്സ്, ഇങ്ങനെയുള്ള എന്താ പറയുക കോമ്പൗണ്ടുകളിലാണ് പൊതുവെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ കണ്ടുവരുന്നത്. In a simple alkene like CH2 double bond CH2, it's about 190 നാനോമീറ്റർ. അതിൻ്റെ ലാംഡ മാക്സ് എന്ന് പറയുന്നത് 190 നാനോമീറ്റർ ആണ്. അതിൻ്റെ എനർജി 190 നാനോമീറ്റർ ഉള്ള എനർജി വേണം.
പക്ഷേ ഇത് 200 താഴെയല്ലേ, അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡബിൾ ബോണ്ട് വരുമ്പോൾ, ഇതിൽ കോൺജുഗേഷൻ വരുമ്പോൾ, ഇൻ കേസ് ഓഫ് കോൺജുഗേറ്റഡ് ആൽക്കീൻസ് ലൈക്ക് 1,3-ബ്യൂട്ടാഡൈൻ, ബെൻസാസൈക്ലോഹെക്സാഡൈൻ, അങ്ങനെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെൽ എബോവ് 200 നാനോമീറ്റർ. 200 നാനോമീറ്ററിന് എബോവ് ആണ് അതിൻ്റെ വേവ് ലെങ്ത്. സോ ഹെൻസ് ഇറ്റ് ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ്. അപ്പം ഈ നാനോമീറ്റർ 200 മുതൽ 800 കീഴിൽ വരുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച്, കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡൈൻസിനെ കുറിച്ച് നമുക്ക് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും ബൈ യൂസിങ് UV വിസിബിൾ. ഇനി അടുത്തൊരു ട്രാൻസിഷനാണ് N to pi star transition. This type of transition take place in the molecule having the group like C double bond O, and it have a pi bond, a lone pairs. It requires very low energy, and this transition is important. N to pi star transition എന്ന് പറയുന്നത് പൊതുവെ കമ്പാരിറ്റീവ്ലി ലെസ് എനർജി ആവശ്യമായിട്ടുള്ള, എനർജി ഗ്യാപ്പ് വളരെയധികം കുറവാണ്. അപ്പം ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ മോളിക്യൂൾസ് ഹാവിങ് ഗ്രൂപ്പ് ലൈക്ക് C double bond O. അപ്പം ഇത്തരം ഗ്രൂപ്പുകളിലാണ് N to pi star ട്രാൻസിഷൻ നടക്കുന്നത്. ഇത് വളരെയധികം ഗ്യാപ്പ് കുറവാണ്. സോ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇതിനെക്കുറിച്ച് ഇതിന് ലെസ് എനർജി ആയിട്ടുള്ള റേഡിയേഷൻസ് മതി. അതായത് 200-നും 800-നും ഇടയിലുള്ള റേഡിയേഷൻ റേഞ്ചാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് കുറച്ച് മതി. സോ അതുകൊണ്ട് തന്നെ ഹയർ വേവ് ലെങ്ത് ഉള്ള 200-നും 290 ഏകദേശം വരുന്നത്. സോ 200-നും 800-നും ഇടയിലായതുകൊണ്ട് തന്നെ നമുക്ക് UV വിസിബിൾ യൂസ് ചെയ്തിട്ട് ഈ ട്രാൻസിഷൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം പലതരത്തിലുള്ള ട്രാൻസിഷൻസ് ഉണ്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഓർഡർ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ലാംഡ മാക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷനെ കുറിച്ച് പറയണം. അപ്പം എന്താണ് ലാംഡ മാക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? കോൺജുഗേഷൻ വരുമ്പോൾ ലാംഡ മാക്സ് കൂടുന്നു ഓർ കുറയുന്നു. എന്തായിരിക്കും കോൺജുഗേഷൻ കൂടുമ്പോൾ ലാംഡ മാക്സ് കൂടുക ചെയ്യുന്നത്. സോ കോൺജുഗേഷൻ വിൽ ബ്രിങ്സ് ദ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ ടു ഹയർ വേവ് ലെങ്ത് റീജിയൻ, ലോവർ എനർജി. ഫോർ എക്സാമ്പിൾ, എഥിലിൻ അബ്സോർബ് അറ്റ് 170 നാനോമീറ്റർ ബട്ട് 1,3-ബ്യൂട്ടാഡൈൻ ഈസ് 217 നാനോമീറ്റർ. എന്താണ് ഉദ്ദേശിച്ചത്? അതായത് കോൺജുഗേഷൻ, അതായത് ഡബിൾ ബോണ്ട് ഒരു കോൺജുഗേഷൻ സംഭവിക്കുമ്പോൾ ലാംഡ മാക്സ് കൂടുക ചെയ്യുക. അതിൻ്റെ എന്തുകൊണ്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ നോക്കിയാൽ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതിൽ എഥിലിൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രമാണ്. ഇത് പൈ, ഏറ്റവും താഴെ പൈ, പിന്നെ പൈ സ്റ്റാർ. നമ്മൾ 1,3-ബ്യൂട്ടാഡൈൻ നടക്കുമ്പോൾ അതിൽ 4 ഓർബിറ്റൽസ് ഉണ്ട്. പൈ 1, പൈ 2, പൈ 1 സ്റ്റാർ, പൈ 2 സ്റ്റാർ. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ നോക്കുക. ഏറ്റവും താഴെ ഈ പോർഷൻ്റെ ഏറ്റവും താഴെ എന്ന് പറയുന്നത് പൈ 1 ആണ്. അതായത് ഈ പൈ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ പൈ ഉള്ളപ്പോൾ ഇവിടെ 2 മോളിക്കുലർ ഓർബിറ്റൽസ് വരയ്ക്കുക. മുകളിൽ പൈ 2, പിന്നെ ഏറ്റവും താഴെ പൈ 1. പിന്നുള്ളതാണ് പൈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ട്. സോ നമ്മൾ 1,3-ബ്യൂട്ടാഡൈനിൽ പറയുമ്പോൾ പൈ 1 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് നേരെ ഇങ്ങോട്ടായിട്ട് 2 ഓർബിറ്റൽസ് വരയ്ക്കുക. ഇത് പൈ 1 സ്റ്റാർ, ഇത് പൈ 2 സ്റ്റാർ. പൈക്കാണെങ്കിൽ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോളിക്കുലർ ഓർബിറ്റലില്ലേ, ഈ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റ്, ഇതിലെ ഏറ്റവും ലാസ്റ്റ്. എനിക്ക് അങ്ങോട്ട് ആരോ എത്തുന്നില്ല, കാരണം ഫോൺ സ്ക്രീനിൽ കാണിച്ചിട്ട് ആരോ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് താഴത്തുള്ള ലെവലാണ് പൈ. അപ്പോൾ പൈന് ചുറ്റുമായിട്ടും പൈ 1, പൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും താഴത്ത് 2 ഇവിടെ കാണാൻ പറ്റാത്തതാണ്. ഏറ്റവും അറ്റത്ത് ഇതിന് നേരെ താഴെ വേറൊരു ഓർബിറ്റൽ ഉണ്ട്, പക്ഷേ ഞാൻ ക്രോപ്പ് ചെയ്തപ്പോൾ ഇതായി മിസ്സായി പോയതാണ്. അങ്ങനെ പൈ 1, പൈ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഓർബിറ്റൽ ഉണ്ട്. പിന്നെ പൈ 1 സ്റ്റാർ ഉണ്ട്, പൈ 2 സ്റ്റാർ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുക, ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹയർ എനർജിയാണ്. പക്ഷേ ഇവിടെ പൈ 2ന്ന് പൈ 1 സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺജുഗേഷൻ കൂടുമ്പോൾ ലാംഡ മാക്സ് കൂടുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. If no double bond in number of double bond in conjugation is higher will be the wavelength of absorption. The groups like NH2, OH, which example forms a conjugation with C double bond C, can also increases the wavelength of absorption. ഇനി നമുക്ക് ക്രോമോഫോർ എന്താണെന്ന് പഠിക്കാം. എന്താണ് ക്രോമോഫോർ? These are covalently bonded group in a molecule that shows characteristic absorption in the UV visible region. If they absorb visible region, they impart color to the compound. എന്താണ് ക്രോമോഫോർ? ക്രോമോഫോർ എന്ന് പറഞ്ഞിട്ടുള്ളത് ചില മോളിക്യൂളിൽ ചില ഗ്രൂപ്പുകൾ ലൈക്ക് C double bond കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അത് അസോ ഗ്രൂപ്പ് വരാം,
നൈട്രോ ഗ്രൂപ്പ് വരാം, C+O ഗ്രൂപ്പ് വരാം, COH ഗ്രൂപ്പ് വരാം. ഈ ഗ്രൂപ്പുകൾ വരുമ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് UV വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. UV വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ മോളിക്യൂള് വിസിബിൾ എനർജീനെ, വിസിബിൾ റേഞ്ചിലുള്ള റേഡിയേഷൻസിനെയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതിന് കളർ വരും, ഒരു പ്രത്യേക കളർ ഉണ്ടാവും ആ കോമ്പൗണ്ടുകൾക്ക്. ഇവിടെ നോക്കുക, നൈട്രോ ഗ്രൂപ്പ് ഇമ്പോർട്ട്സ് യെല്ലോ കളർ, അതുപോലെ തന്നെ അസോ ഗ്രൂപ്പ് നമ്മൾ റെഡിഷ് ആയിട്ടുള്ള കളർ തരുന്നു. പിന്നെ ഈ C+O ഗ്രൂപ്പ് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് കളറൊന്നും തരില്ല, പക്ഷെ അൾട്രാ വയലറ്റ് ആയിട്ടുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ CH2. അപ്പം ഇതാണ് ക്രോമോഫോർ. ഒന്നുമില്ല, കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു മോളിക്യൂളിലുള്ള ഒരു ഗ്രൂപ്പാണ്. അത് അബ്സോർബ് ചെയ്യും, UV വിസിബിൾ റീജിയനുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. അതുവഴി വിസിബിൾ റീജിയനാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കളറുള്ള കോമ്പൗണ്ട് കിട്ടും. അപ്പം ഇതാണ് ക്രോമോഫോർ. There are 2 types of chromophore: group containing pi electron and they undergo pi to pi star transition. Example, CH2 double bond CH2, C triple bond C. ഇതാണ്. പിന്നെ ഗ്രൂപ്പ് കണ്ടെയ്നിങ് ബോത്ത് പൈ ഇലക്ട്രോൺസ് ആൻഡ് N ഇലക്ട്രോൺസ്. എക്സാമ്പിൾ C+O, ഈ നൈട്രോ ഗ്രൂപ്പ് ഒക്കെ ഞാൻ എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് ഓക്സോക്രോം. എന്താണ് ഓക്സോക്രോം? ദീസ് ആർ ദ ഗ്രൂപ്പ്സ് വിച്ച് ഡസ് നോട്ട് ഇറ്റ്സെൽഫ് act as a chromophore but whose presence brings about a shift to absorption to longer wavelength region. It is also called color enhancing group. The effect of chromophore is due to their ability to extend conjugation of chromophore by sharing non-bonding electrons. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ബെൻസീൻ നോക്കുക. ബെൻസീനിൽ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തില്ല. ഇവിടെ NH2 ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബെൻസീൻ എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ലാംഡ മാക്സ് കളർലെസ് അല്ല. ബെൻസീൻ്റെ ലാംഡ മാക്സ് 254 നാനോമീറ്ററാണ്. പക്ഷേ നമ്മളൊരു NH2 ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ലാംഡ മാക്സ് വാല്യൂ 280 ആയി. നമുക്ക് ആ ഡെഫിനിഷൻ ഈ എക്സാമ്പിൾ വഴി പഠിക്കാൻ നോക്കാം. അപ്പം ഇവിടെ സംഭവിച്ചത് പറഞ്ഞാൽ, ഇവിടെ ഒരു NH2 ഗ്രൂപ്പ് വന്നില്ലേ, ഈ NH2 ഗ്രൂപ്പ് ഒരു ക്രോമോഫോർ ഒന്നുമല്ല. പക്ഷേ NH2 ഗ്രൂപ്പ് ബെൻസീൻ്റെ മുകളിൽ വന്നപ്പോൾ ലാംഡ മാക്സ് 254 നാനോമീറ്ററിൽ നിന്ന് 250 നാനോമീറ്ററിലേക്ക് പീക്കായിട്ട് ഇൻക്രീസ് ഉണ്ടായി. അപ്പോൾ ഈ NH2 ഗ്രൂപ്പാണ്, ഇതിനെ നമ്മളൊരു സഹായിയാണ്, അതായത് ലാംഡ മാക്സിനെ ഹയർ വേവ് ലെങ്ത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയാണ് ചെയ്തത്. ആ ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഓക്സോക്രോം. ഒന്നുകൂടെ പറയാം, ദീസ് ആർ ദ ഗ്രൂപ്പ്സ് വിച്ച് ഡസ് നോട്ട് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ക്രോമോഫോർ ആയിട്ട് ആക്ട് ചെയ്യില്ല, ബട്ട് ഹൂസ് പ്രസൻറ്റ് അതിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യും, ഇത് ലാംഡ മാക്സിനെ ഹയർ വേവ് ലെങ്ത്തിലേക്ക് കൊണ്ടുപോകും. സോ ഇതൊരു ക്രോമോഫോർ അല്ല, ഈ ഗ്രൂപ്പ് ക്രോമോഫോർ അല്ല, പക്ഷേ എന്താ പറയുക, ഹയർ വേവ് ലെങ്ത്തിലേക്ക് ഹയർ ലാംഡ മാക്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കളർ എൻഹാൻസിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. ദ എഫക്റ്റ് ഓഫ് ക്രോമോഫോർ ഈസ് ഡ്യൂ ടു ദെയർ എബിലിറ്റി ടു എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഓഫ് ക്രോമോഫോർ ബൈ ഷെയറിങ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. അതായത് കോൺജുഗേഷൻ ഇലക്ട്രോൺ പെയർ റീഅറേഞ്ച് ചെയ്തിട്ട് എന്താ പറയുക, കോൺജുഗേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ കഴിവുണ്ടാവാൻ കാരണം. ഇനി നമുക്ക് അബ്സോർപ്ഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഷിഫ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. എന്താണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്? It is an effect by virtue of it the absorption maximum is shifted towards longer wavelength due to the presence of oxochrome or by the change of solvent. It is also called red shift. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മളൊരു എക്സാമ്പിൾ പറയാം. ബെൻസീൻ്റെ ലാംഡ മാക്സി 254 നാനോമീറ്റർ ആയിരുന്നു. പക്ഷേ അനിലിൻ ഗ്രൂപ്പ് വന്നപ്പോൾ, NH2 ഗ്രൂപ്പ് വന്നപ്പോൾ, അനിലിനായപ്പോൾ ലാംഡ മാക്സി 250 നാനോമീറ്ററായി. അതായത് ലാംഡ മാക്സ് NH2 എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സോക്രോം ഈ ബെൻസീൻ റിങ്ങിൽ വന്നപ്പോൾ ലാംഡ മാക്സ് കൂടി. അതായത് കുറഞ്ഞ ലാംഡ മാക്സിൽ നിന്ന് കൂടിയ ലാംഡ മാക്സിലേക്ക് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തപ്പം ഈ കൂടിയ ലാംഡ മാക്സിലേക്ക് മാറി. അപ്പോൾ ഈ ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. അപ്പോൾ ഇതെന്താണ്? റെഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബാത്തോക്രോമിക് ഷിഫ്റ്റാണ്. ഇറ്റ്സ് ആൻ എഫക്റ്റ് ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് അബ്സോർപ്ഷൻ മാക്സിമ ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലോവർ വേവ് ലെങ്ത്. അതായത് റെഡിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഹയർ വേവ് ലെങ്ത്തിലേക്ക് ഇത് പോയി. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓക്സോക്രോം എന്ന് പറയുന്നത് NH2 ആണ്. ബൈ ദ ചേഞ്ച് ഓഫ് സോൾവെൻറ്റ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ് ഷിഫ്റ്റ്. അതായത് ലാംഡ മാക്സ് വാല്യൂ കൂട്ടുന്നു. അത്തരം ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. ഇനി ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഉണ്ട്.
ഹിയർ ആർ ദ അബ്സോർപ്ഷൻ മാക്സിമ ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ഷോർട്ടർ വേവ് ലെങ്ത്. ഈ ലാംഡ മാക്സ് കുറഞ്ഞ വേവ് ലെങ്ത്തിലേക്ക് ചാടിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ നോക്കുക, അനിലിൻ്റെ ലാംഡ മാക്സ് 250 നാനോമീറ്ററാണ്. പക്ഷേ നമ്മൾ NH3+ അയോൺ അത് നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോൾ NH3+ അയോൺ ഉണ്ടാകുന്നു. ഇതെന്ന് പറയുന്നത് ലാംഡ മാക്സിനെ കുറയ്ക്കുക ചെയ്യുക. ഇവിടെ 250 നാനോമീറ്റർ വന്നപ്പോൾ ഇവിടെ 254 നാനോമീറ്റർ ആയി. ലാംഡ മാക്സിനെ കുറയ്ക്കുന്ന ആ ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലൂ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. എന്താണ് ഇമാക്സ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇമാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കുക, ഇമാക്സ് വാല്യൂ കൂട്ടുന്ന തരത്തിലുള്ള ഷിഫ്റ്റ് ഉണ്ട്. അത്തരം ഷിഫ്റ്റുകളെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. ഇവിടെ ഇമാക്സ് 215 ആയിരുന്നു, സ്റ്റൈറിൻ ആയപ്പോൾ ഇമാക്സ് 450 ആയി. സോ ഇവിടെ ഇമാക്സ് കൂടുക ചെയ്തത്. അത്തരം ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. ഇനി ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്തായിരിക്കും? ഇമാക്സ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ്. അതായത് നല്ല ഒരു ഇമാക്സ് ഉണ്ടാവും, പക്ഷേ ചില ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്താ പറയുക, ഈ മാക്സ് കുറയുക ചെയ്യുന്നത്. അത്തരം ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. എക്സാമ്പിൾ ബൈഫിനയിലാണ്. അതിന് 1900 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമാക്സ് വാല്യൂ ഉണ്ട്. പക്ഷേ CH3 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ വാല്യൂന്ന് കുറവായിട്ടുള്ള റേഡിയോ കിട്ടി. നമുക്കിതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ലാംഡ മാക്സ് എക്സ് ആക്സിസിലും അതുപോലെ തന്നെ ഇമാക്സ് വൈ ആക്സിസിലും ആയിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ ഇവിടെ നോക്കുക, ലാംഡ മാക്സ് കൂടുന്ന തരം ഷിഫ്റ്റ് അതാണ് പാത്തോക്രോമിക് ഷിഫ്റ്റ്. ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. ഇത് വേവ് ലെങ്ത് കുറയാണ്. ഇവിടെ ഹൈപ്പോക്രോമിക് ആണ്, ഇത് തെറ്റാണ്. ഇവിടെ വരുന്നത് ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ആയിരിക്കും. അതായത് ഇങ്ങോട്ട് വരുന്നത് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ഇപ്പം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ്. ഇനി റൈറ്റിലേക്ക് വരുമ്പോൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ് സംഭവിക്കും, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, അതായത് ലാംഡ മാക്സ് കുറയുന്ന തരത്തിലുള്ള ഷിഫ്റ്റ് വരും. ഇനി മുകളിലേക്ക് ഇമാക്സ് കൂടുന്ന ഷിഫ്റ്റ് എന്താണ്? ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. ഇമാക്സ് കുറയുന്ന ഷിഫ്റ്റ് എന്താണ്? ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ഇത്രയും കാര്യമാണ്, ജസ്റ്റ് ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തെന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു പാട്ടുണ്ട്, അത് ബിയർ-ലാംബ്രറ്റ് ലോനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ റഷായിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടുക. താങ്ക് യു.